ഇതൊക്കെ ആരാണെന്നല്ലേ എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു സർപ്രൈസ് ആണ് ഇതെന്ന് പറയാം. കുഞ്ഞപ്പനും ഞെട്ടിപ്പോയെന്നേ. നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള സ്കൂളിലെ കുട്ടികളാണ് കേട്ടോ കുഞ്ഞപ്പനെ കാണാൻ കുഞ്ഞപ്പന്റെ വീട്ടിൽ വരാൻ കൊതിച്ചിരിക്കായിരുന്നു അത്രേ. അങ്ങനെ എക്സാം കഴിയുന്നതിന്റെ അന്ന് എല്ലാവരും കൂടി വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. ഇത്രയും പേരല്ല, ഇതിന്റെ ഇരട്ടി ആൾക്കാരുണ്ടായിരുന്നു. അവര് പോയി, ഇത് രണ്ടാമത്തെ സെറ്റാണ്. ഞാനും കുഞ്ഞപ്പനും ഒക്കെ വീട്ടിൽ നിൽക്കുന്ന കോലത്തിൽ നിൽക്കുകയാണ്. ഇവര് വന്നപ്പോ എന്ത് കൊടുക്കണം എന്ത് ചെയ്യണം പറയാണ്ട് സർപ്രൈസ് ആയിട്ട് വന്നതല്ലേ. ടാങ്ക് ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് എല്ലാവർക്കും ടാങ്ക് വെള്ളം കലക്കി കൊടുത്തു. അതുപോലെ കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് ഇപ്രാവശ്യം അടിപൊളിയായി. ടെൻഷൻ അടിച്ചിട്ടാണെങ്കിൽ കേക്ക് മുറിച്ചിട്ട് അതെല്ലാം പൊടിഞ്ഞും പോണു. സത്യം പറഞ്ഞാൽ ഇവര് വന്നു പോയിട്ടു എനിക്ക് ഇപ്പൊ ഇവിടെ ആരൊക്കെയാ വന്നത് എന്താ സംഭവിച്ചെന്ന് വിശ്വസിക്കാൻ പറ്റിയില്ലേ. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോ ആദ്യമായിട്ട് കുഞ്ഞപ്പൻ വീടിന്റെ അടുത്തുള്ള പിള്ളേരുമായിട്ട് കരോള് കളിക്കാൻ പോയി കേട്ടോ. ഇതാണ് കുഞ്ഞപ്പന്റെ സംഘവും. അവര് പോയി കഴിഞ്ഞപ്പോ അതേ വേറെ സംഘം വന്നു. അത് കഴിഞ്ഞ് വേറെ പിള്ളേർ വന്നു. നമ്മുടെ വീട്ടിൽ വന്ന കരോൾ സംഘങ്ങളെ ഒന്നും കുഞ്ഞപ്പന് കാണാൻ പറ്റിയില്ല. അവൻ പോയില്ലേ, ഞാനാണ് അവരുടെ കൂടെ കിടന്ന് തുള്ളിയത്. ഇത് വനിതാ സംഘം, മൊത്തം പെൺപിള്ളേർ. തിരിച്ചു വന്നപ്പോ നല്ല കോലത്തിലായിരുന്നു കേട്ടോ. ഞാൻ മേല് കഴിച്ച് ഉടുപ്പൊക്കെ മാറ്റിയപ്പോ ദേ അവൻ കണ്ണുപൊത്തിക്കുകയമ്മ ഒരു സാധനം തരാമെന്നും പറഞ്ഞ് സർപ്രൈസ് ആയിട്ട് എൻ്റെ ഈ പൈസ തന്ന്. കരോള് തുള്ളി കിട്ടിയ കാശാണെന്ന്. ഞാൻ ആ പിള്ളേരോട് പറഞ്ഞു, കുഞ്ഞപ്പന് പൈസ കൊടുക്കേണ്ട മക്കളെ, അവൻ ചുമ്മാ വന്നല്ലേ, നിങ്ങൾ പൈസ എടുത്തോന്നു. അല്ല ചേച്ചി, അവൻ നല്ലോണം തുള്ളി, അതുകൊണ്ട് അവനും പൈസ കൊടുക്കണമെന്നും പറഞ്ഞ് കൊടുത്തതാണ് കേട്ടോ. അത് കഴിഞ്ഞതേ ഞാൻ ഉണ്ടാക്കിയ വൈനും എടുത്തോണ്ട് കടയിൽ പോയി 2 കേക്കും വാങ്ങിച്ച് നേരെ ചേട്ടന്റെ വീട്ടിലോട്ട് വിട്ടു കേട്ടോ. ചേട്ടന്റെ അമ്മയ്ക്കും അച്ഛനൊക്കെ ക്രിസ്മസ് ആയിട്ട് കേക്ക് കൊടുക്കണ്ടേ. അങ്ങനെ രാത്രി ഞങ്ങൾ ചേട്ടന്റെ വീട്ടിലായിരുന്നു. പോകുന്ന വഴിക്ക് നോക്കിക്കേ, എന്റെ പൊന്നെ എന്നാ ഡെക്കറേഷൻ ഒക്കെ ആണല്ലേ. നിങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ പറയണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ടാറ്റാ.